വെട്ടം ടെലിവിഷൻ ജനാധിപത്യം രാഷ്ട്രീയ സംവാദം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജപ്പാൻ സ്ക്വയർ തിരൂർ, ഗ്രേസ് റെസിഡൻസി തിരൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നാടെങ്ങും ഒരുങ്ങുകയാണ്. വേർതിരിവില്ലാത്ത സംവാദങ്ങളാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ നാട്ടിലെ വികസന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരുങ്ങുകയാണ് വെട്ടം ടെലിവിഷൻ. ജപ്പാൻ സ്ക്വയർ ആൻഡ് ഗ്രേസ് റെസിഡൻസി വെട്ടം ടെലിവിഷൻ. രാഷ്ട്രീയ സംവാദം, ജനാധിപത്യം. ജനാധിപത്യത്തിൽ ഇന്ന് താനൂർ നഗരസഭയാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. താനൂർ നഗരസഭയിലെ വിവിധ കക്ഷികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് യു ഡി എഫ് നേതാവും മുൻ താനൂർ മുനിസിപ്പൽ ചെയർമാനുമായ പി ഷംസുദ്ദീൻ, LDF-നെ റെപ്രസെന്റ് ചെയ്ത് CPIM ഏരിയ കമ്മിറ്റി അംഗം M അനിൽകുമാർ, NDA-യെ പ്രതിനിധീകരിച്ചുകൊണ്ട് BJP-യുടെ മുൻ ജില്ലാ ഖജാൻജി കൂടിയായ രാജീവ് മാസ്റ്റർ. ഏവർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ 3 സെഗ്മെന്റുകളായിട്ടാണ് ഈ സംവാദത്തെ ക്രമീകരിച്ചിട്ടുള്ളത്. ആദ്യ സെഗ്മെന്റിൽ ഓരോ കക്ഷികളും സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് തങ്ങളുടെ നിലപാടുകൾ വിശദീകരിക്കും. രണ്ടാമത്തെ സെഗ്മെന്റിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്ത് നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉള്ള ചർച്ച ചെയ്യാനുള്ള സമയമാണ്. മൂന്നാമത്തെ സെഗ്മെന്റിൽ ഇനി ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്ത്, നമ്മുടെ മുനിസിപ്പാലിറ്റിക്കകത്ത് നടപ്പിലാക്കാൻ പോകുന്ന ഭരണകാര്യങ്ങൾ ഓരോ മുന്നണികളും, വികസന കാര്യങ്ങൾ, വികസന കാഴ്ചപ്പാടുകൾ ഓരോ മുന്നണികളും വിശദീകരിക്കും. ആദ്യമായി UDF-ന്റെ പ്രതിനിധി പി ഷംസുദ്ദീനുള്ള അവസരമാണ്. സർ, നമ്മുടെ കേരളം എന്ന് പറയുന്നത്, മലയാളികൾ എന്ന് പറയുന്നത് അന്തർദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടെ സാഗൂതം നിരീക്ഷിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ശീലമുള്ളവരാണ്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരിക്കലും ഇത്തരം രാഷ്ട്രീയ ചർച്ചകൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കടന്നുപോകാൻ കഴിയില്ല. ദേശീയ സംസ്ഥാന വിഷയങ്ങളെക്കുറിച്ച് താങ്കളുടെ മുന്നണിയുടെ, താങ്കളുടെ നിലപാടുകൾ 5 മിനിറ്റിനകത്ത് ഒന്ന് വിശദീകരിക്കൂ. നമ്മുടെ നാട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ അന്തർദേശീയ കാര്യങ്ങളും ദേശീയ കാര്യങ്ങളൊക്കെ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യാറുണ്ട്. പൊതുവെ നാട്ടിലെ വികസന കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നെങ്കിലും മലയാളികൾ, പ്രത്യേകിച്ചും ലോകത്തിന് തന്നെ മാതൃകയായ, ലോകത്തോടൊപ്പം കിടപിടിക്കുന്ന മലയാളികൾ ദേശീയ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്ത്, സംസ്ഥാന രാഷ്ട്രീയം കൂടി ഇതിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാനത്തിൻ്റെയോ കേന്ദ്രത്തിൻ്റെയോ പരിഗണനയില്ലാതെ, അവരുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അവരവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് എപ്പോഴും നാട്ടിൽ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയ ഭേദം വെച്ച് അതിനനുസരിച്ചുള്ള കുറവുകളും അതുപോലെ തന്നെ വരുത്താറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ സമയത്ത് തന്നെ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മൾ ലോകത്തിന് തന്നെ മാതൃകയായിരുന്ന ഒരു ഭാരതത്തെ, ഇന്ത്യയെ ഇന്ന് അന്യം നിന്ന് പോകുന്ന തരത്തിലേക്ക് എത്തിച്ചിരിക്കണം. അവിടെ ജാതീയത, മതവർഗീയത ഇത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകി രാജ്യത്തെ വിഭജിച്ച് വീണ്ടും ഒരു വിഭജനത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്കുള്ള പ്രവർത്തികളുമായി രാജ്യം ഭരിക്കുന്നവർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ബലപ്പെടുത്തുന്ന തരത്തിലേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഭരണം കൈയാളുന്നവരും മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വലിയ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ തൊട്ടു മുമ്പിൽ ബീഹാർ കടന്നുപോയി. ഏറ്റവും അടുത്ത ഇപ്പോൾ നമ്മളെല്ലാവരും അഭിമുഖീകരിച്ചിരിക്കുന്ന SIR പോലെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ എന്തൊക്കെ നടപടികളാണ് ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊക്കെ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അതിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ രാജ്യത്ത് ഉയർന്നു വരുന്നെന്നുള്ളത് വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ തരത്തിൽ ഇങ്ങനെ ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ രാജ്യത്തിൻ്റെ ഭാവി തന്നെ തുലാസിലിട്ടുകൊണ്ടാണ് കേന്ദ്രം ഭരിക്കുന്ന കക്ഷികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അദാനി, അംബാനി എന്ന് പറയുന്ന തരത്തിലേക്ക് ഏറ്റവും വലിയ മുതലാളിമാരുടെ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.
ചെയ്യുകയാണ്. മറിച്ച് സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളിലും അത്തരം കാര്യങ്ങളിലൊന്നും സർക്കാരിന് ഒരു ബാധ്യതയുമില്ല എന്നാണ്. രാജ്യത്തൊരു വലിയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ അതൊന്നും എന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നില്ല എന്നാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി പോലും നിസ്സംഗഭാവത്തോടെ അതിനെ കാണുന്നത്. അതിനെതിരെ പ്രതികരിക്കാൻ രാജ്യത്തെ തന്നെ സാംസ്കാരിക നായകന്മാരൊന്നും മുന്നോട്ട് വരാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് രാജ്യം ഭീകരമായ ഒരു അവസ്ഥയിലാണ്. അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് അങ്ങനെ പ്രതികരിക്കുന്ന ആളുകളെ നിരന്തരം വേട്ടയാടുകയും അവരെ കാരാഗൃഹത്തിനകത്തേക്ക് അടക്കുന്ന നടപടിക്രമങ്ങളുമായിട്ട് രാജ്യം ഭരിക്കുന്ന കക്ഷികൾ മുന്നോട്ട് പോകുമ്പോൾ ഏതൊരാളും ആശങ്കപ്പെടുന്ന പോലെ ആ തരത്തിലേക്ക് അവരുടെ ചിന്താഗതിക്കനുസരിച്ച് നമ്മൾ ചേർന്ന് പോവുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, രാജ്യം ഭരിക്കുന്ന ഈ കക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെയുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ മുൻകഴിഞ്ഞ കാലത്തെ ചരിത്രങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മാതൃകയെ മതേതരത്വത്തിന് ജനാധിപത്യത്തിൻ്റെയും സാമൂഹിക പരിഷ്കരണത്തിനൊക്കെ തന്നെ ഒക്കെ മാറ്റി നിർത്തപ്പെടുന്ന തരത്തിലേക്ക് ഒരൊറ്റ സ്ഥാനത്തേക്ക് മാത്രം കാര്യങ്ങൾ കൊണ്ടുപോവുകയും മറ്റുള്ളവരൊക്കെ അസ്പൃഷ്ടരാന്നുള്ള രീതിയിലേക്ക് മാറുന്ന തരത്തിലേക്കുള്ള ദയനീയമായ കാഴ്ചയാണ് രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ബലപ്പെടുത്തുന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാരും പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എന്തൊക്കെ വിദ്വേഷ പ്രചാരങ്ങൾ നടത്തുന്ന ആളുകൾക്ക് സപ്പോർട്ടാവുന്ന തരത്തിൽ ഒരു വശത്ത് ഒരു ഭാഗത്തെ പ്രീണപ്പെടുത്തുകയും മറുഭാഗത്ത് മറ്റു വശത്തിലുള്ള ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. രണ്ട് തരത്തിലുള്ള നീതി, ഇരട്ട നീതിയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും ഈ തരത്തിലുള്ള ഇതൊക്കെ തന്നെ ഈ ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അവരൊക്കെ ഇപ്പോൾ SIRന് പുറകിലാണ്. 2002 അവരുടെ ആരാണോ രക്ഷിതാക്കൾ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ കാലത്ത് വോട്ടെടുപ്പിൽ ഇലക്ഷനിൽ വോട്ട് ചെയ്ത ആളുകളാണോ, അവരുടെ ബന്ധം തേടി പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വേണം. ബീഹാർ നമ്മുടെ മുമ്പിലുണ്ട്, ആസാം നമ്മുടെ മുമ്പിലുണ്ട്. അതിന് ബലം നൽകുന്ന തരത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കുന്ന ഒരു നടപടി പോലും ചെയ്യുന്നില്ല എന്നുള്ള ഏറ്റവും ഖേദകരമായ കാര്യം. ഈ തരത്തിലുള്ള സംഗതികളൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പൊതുജനങ്ങൾ അതോടൊപ്പം അതുകൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, പ്രാദേശിക ഭരണത്തിൻ്റെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നെങ്കിൽ കൂടി നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. അപ്പോൾ ഈ രണ്ട് കക്ഷികളെയും അകറ്റി നിർത്തുന്ന തരത്തിലേക്കുള്ള നടപടികളുമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ UDF മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും UDF പ്രതിനിധി അദ്ദേഹത്തിന്റെ ആശയഗതികൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന NDAയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ജനങ്ങളെ വിഭജിച്ച് ഭരിക്കുവാനുള്ള ആശയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കാതെ അതിന് ചൂട്ടുപിടിക്കുന്ന രീതിയിലുള്ള ഭരണമാണ് കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് എന്നാണ് താങ്കൾ പറഞ്ഞു വെച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അടുത്തതായി LDF പ്രതിനിധി M അനിൽകുമാറിന്റെ അവസരമാണ്. താങ്കൾ വിശദീകരിക്കൂ. കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്ന നയങ്ങൾക്കെതിരെ ഇന്ത്യ രാജ്യത്ത് അതിശക്തമായ സമരം സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഏക പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനമാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP ഇന്ത്യയുടെ ഭരണഘടന തന്നെ മാറ്റിയെഴുതാൻ ഒരുപെടുകയും രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ ആകെ അട്ടിമറിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ്. എതിരാളികളെ ഒതുക്കുന്നതിന് വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗപ്പെടുത്തി കള്ളക്കേസുകൾ ഉണ്ടാക്കിയെടുത്ത് ജയിലിലടക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇതെല്ലാം നടക്കുന്നതിൻ്റെ പിന്നിൽ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എല്ലാം സ്വകാര്യവൽക്കരിക്കുക എന്നുള്ള നയസമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിൽ കയറുന്ന സമയത്ത് BJP ജനങ്ങളോട് പറഞ്ഞത് സ്വദേശിവാദവും സ്വദേശിവൽക്കരണവുമാണ്. എന്നാൽ അധികാരത്തിലേറിയതിനു ശേഷം എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റുതുലയ്ക്കുന്ന സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി വന്നിട്ടുള്ള ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന ഇന്ത്യയുടെ കടൽ തന്നെ ബ്ലൂ എക്കണോമി എന്ന നിയമപ്രകാരം നീലക്കടൽ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യ ഏജൻസികൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ എയർലൈൻസ് എന്ന് പറയുന്ന നമ്മുടെ വിമാന കമ്പനി ഇന്ന് സ്വകാര്യ മുതലാളിക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയിലെ റെയിൽവേ 3 ലക്ഷത്തോളം വരുന്ന തൊഴിൽ തസ്തിക ഒഴിഞ്ഞുകിടക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെ നാട്ടിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ള കക്ഷികൾക്ക് അദാനിക്കും അംബാനിക്കും റിലയൻസിനുമെല്ലാം കൈമാറുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന തകർക്കുക മാത്രമല്ല, ഇന്ത്യയിലെ നാളിതുവരെ ഉണ്ടായിരുന്ന എല്ലാ അടയാളങ്ങളും മാറ്റപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നാം എത്തിപ്പെട്ടിരിക്കുന്നു. എല്ലാ അടയാളങ്ങളും മാറ്റപ്പെടുക എന്നുള്ളത് ഫൈസഹാബാദ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് അയോധ്യ എന്നാക്കി മാറ്റുകയും അങ്ങനെ നിരന്തരമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന നാട്ടിന്റെ ചരിത്രമാകെ മാറ്റിയെഴുതാൻ ഒരുപെട്ടുകൊണ്ടാണ് BJP ഗവൺമെന്റ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്ന ഇന്ത്യ രാജ്യത്ത്
ആ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിച്ചുകൊണ്ടാണ് BJP ഭരണം മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഇലക്ഷൻ കമ്മീഷനെ അടക്കം നിയന്ത്രിക്കാൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസരമുണ്ടായിരുന്നെങ്കിൽ ആ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയെയും ഇന്ത്യൻ സുപ്രീം കോടതി ജുഡീഷ്യറിയെയും ആ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇലക്ഷൻ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്താകെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഒരു ഭേദഗതി വരുത്തിയിരിക്കുകയാണ്. ആ ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെതിരെ ഒരു കേസെടുക്കാൻ ഇന്ത്യ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ നിന്ന് അധികാരമില്ല എന്നുള്ള വസ്തുത കൂടി നാം തിരിച്ചറിയണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് SIR പോലുള്ള നടപടികളുമായി ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട പ്രശ്നം, ഈ രാജ്യം ഒരു മതരാഷ്ട്രമാക്കാനുള്ള പുറപ്പാടിലേക്കാണ് BJP ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ BJP ഗവൺമെന്റിനെതിരെ എതിർക്കുന്ന എന്ന് അവകാശപ്പെടുന്ന UDF, എന്റെ സുഹൃത്ത് നേരത്തെ ഇവിടെ പറഞ്ഞത് അതിനെ ചൂട്ടുപിടിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി കഴിയും, ഇന്ത്യയിലെ ഭരണഘടന അട്ടിമറിക്കുന്നതോടൊപ്പം ഇന്ത്യയിലെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് കേരളത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ BJPയെയും ഗവർണറെയും സഹായിക്കുന്ന സമീപനമാണ് UDF നാളിതേവരെ സ്വീകരിച്ചിട്ടുള്ളത്. അല്ല എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. മറ്റൊരു സത്യം, മതരാഷ്ട്രവാദം ഉയർത്തുന്ന BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അതിനെ എതിർക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മുസ്ലിം രാഷ്ട്രവാദം ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയെ തന്റെ ചിറകിനടിയിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് UDF സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് UDFന് ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രവാദത്തെ തീവ്ര ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ രാജ്യത്ത് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രാജ്യത്ത് നടക്കുന്ന പോരാട്ടങ്ങൾ, ആ പോരാട്ടത്തിനനുസൃതമായി ഇന്ത്യ രാജ്യത്ത് എതിർക്കപ്പെടേണ്ടത് ഇന്ത്യയിലെ ഫാസിസമാണ്, ഭൂരിപക്ഷ വർഗീയതയാണ്. ആ ഭൂരിപക്ഷ വർഗീയതയെ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ്. ഈ രാജ്യത്ത് നടത്തുന്ന സമരങ്ങൾ, പോരാട്ടങ്ങളുമെല്ലാം അതിന്റെ ചരിത്രത്തിന്റെ വഴികൾ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇന്ത്യ രാജ്യത്തെ ഭരണഘടന അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന BJP ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏക പ്രസ്ഥാനം ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ മാത്രമാണ്. നാം ആലോചിക്കേണ്ട ഒരു പ്രശ്നം, ഈ രാജ്യത്തിന്റെ എല്ലാ പൊതുമേഖലയും സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് സ്വദേശിവാദം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റും അത് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മുഖ്യധാരയിലെ ജനങ്ങളെ ഒരുമിച്ച് നിർത്താൻ കഴിയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ മനുഷ്യരെ ഭിന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം. ആ സമീപനത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തെ മതരാഷ്ട്രവാദത്തെയും BJP ഉയർത്തുന്ന രാഷ്ട്രീയ ആശയത്തെയും എതിർക്കാൻ കഴിയുന്നതല്ല, അവസരവാദ രാഷ്ട്രീയം മാത്രമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ കേരളത്തിന്റെ രാഷ്ട്രീയം എടുത്ത് പരിശോധിച്ചാൽ UDFന്റെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ബേപ്പൂർ, വടകര അടക്കമുള്ള സ്ഥലങ്ങളിൽ പരസ്യമായി BJPയുമായി സഖ്യമുണ്ടാക്കി എന്ന് പറഞ്ഞത് KG-മാർ അടക്കമുള്ള BJPയുടെ സമ്പന്നതരായിട്ടുള്ള നേതാക്കന്മാരാണ്. അതുകൊണ്ട് BJP എതിർക്കാൻ ഈ രാജ്യത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-ന് മാത്രമേ കഴിയുള്ളൂ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിന്റെ അടിസ്ഥാനമുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആസൂത്രണം നടപ്പിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന വിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. CM അനിൽകുമാർ ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ വിശദീകരിച്ചിരിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJP പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സ്വകാര്യവൽക്കരിക്കുകയും രാജ്യത്ത് വർഗീയവൽക്കരണം നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ അതിന് ബദലായി ഉയർന്നു വരുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണെന്നും, എന്നാൽ ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉയർത്തുന്ന ബദലിനെ തകർക്കാനാണ് UDF ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ശ്രമിക്കുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അടുത്തതായി BJPയുടെ NDAയുടെ പ്രതിനിധി രാജീവ് മാസ്റ്ററുടെ ഊഴമാണ്. സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് മുന്നണികളുടെയും പ്രതിനിധികളുടെ വാദത്തെ ഞാൻ പരിപൂർണമായിട്ട് അവഗണിക്കുകയാണ്. നമുക്കറിയാം, 2014 കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ ആ 2014 വരെ നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ നിലവാരത്തിൽ എവിടെയായിരുന്നുവെന്നും ഇപ്പോൾ 10 വർഷത്തിന് ശേഷം നമ്മൾ എവിടെ നിൽക്കുന്നുവെന്നും ലോക നേതാക്കന്മാർ നമ്മളോട് പറയും. നമ്മളിവിടെയുള്ള ഈ പൊട്ടക്കിണറിലെ തവളകളെന്ന് നമ്മൾ പറയും, ലോകം കാണാത്ത ആൾക്കാർ. ഇവർ പറയുന്നതല്ല കാര്യം. ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രങ്ങളുടെയും നേതാക്കന്മാർ ഇന്ന് മോഡിയുടെ വാക്കുകൾക്ക് കാതോർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയുന്നത് 2014 ഈ നരേന്ദ്രമോദി അധികാരത്തിലേറുന്ന സമയത്ത് നമ്മുടെ രാജ്യം സാമ്പത്തിക അടിസ്ഥാനത്തിൽ 10ാം സ്ഥാനത്തായിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യം 4ാം സ്ഥാനത്താണ്. അപ്പോൾ വ്യക്തമായ പദ്ധതികളോടുകൂടി ഉള്ള ഭരണം രാജ്യത്തെ നാനാ മേഖലകളിലും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്.
അപ്പം നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള അല്ലാത്ത എന്ത് പദ്ധതിയാണ് കേരള ഗവൺമെൻറ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. അതിൻ്റെ പേര് ചിലപ്പോൾ മാറ്റിയിട്ടുണ്ടാവും. PM ആവാസ് യോജനയുടെ പേര് മാറ്റിയിട്ട് വേറൊരു പേര് വെച്ചിട്ട് ചെയ്യും. ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് മാറ്റിയിട്ട് വേറൊരു പേര് വെച്ചിട്ട് ചെയ്യും. നാട്ടിലെ സാധാരണക്കാരനെ നമ്മൾ BJP ഗവൺമെൻറ് പറയുന്നൊരു പേരുണ്ട്, അന്ത്യോദയ എന്ന്. അന്ത്യോദയ എന്ന് വെച്ചാൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന പാവപ്പെട്ടവനെ മുന്നോട്ട് കൊണ്ടുവരിക. ഈ ഒരു പദ്ധതിയാണ് BJP സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ റേഷൻ കാര്യത്തിലായാലും ശരി, വീട് വെക്കുന്ന കാര്യത്തിലായാലും ശരി. എന്ന് ഇവിടുത്തെ 10 കൊല്ലം നരേന്ദ്രമോദി സർക്കാർ അവിടെ ഭരിച്ചെങ്കിൽ 10 കൊല്ലം പിണറായി ഇവിടെ ഭരിച്ചില്ലേ? എത്ര പേർക്ക് പിണറായി സർക്കാരിന് വീട് വെച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്? എത്ര പേർക്ക് പിണറായി സർക്കാർ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? അപ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തന്നെ വേണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ PMAY പ്രകാരം വീടുകൾ കിട്ടിയിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റി താനൂരായിരിക്കും. അതിന് താനൂർ മുനിസിപ്പാലിറ്റി ഭരണാധികാരികൾക്ക് അഭിമാനിക്കേണ്ട കാര്യമില്ല. അതിന് കൊടുത്തിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിന് മുൻകൈ എടുത്തത് കേന്ദ്ര ഗവൺമെൻറ്. അവരുടെയൊക്കെ പങ്കുണ്ട് എന്നുള്ളത് സത്യമാണ്. 2700-ലധികം, എനിക്ക് കറക്റ്റായിട്ടുള്ള എണ്ണം അറിയില്ല, 2700-ലധികം വീടുകളാണ് PMAY പ്രകാരം താനൂർ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ കൊടുത്തിട്ടുള്ളത്. എൻ്റെ വാർഡിൽ 36 വീടുകൾ കൊടുത്തിട്ടുണ്ട്, 2ാം വാർഡിൽ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 11 വർഷമായിട്ട് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി. ഇവിടെ SIR-നെ കുറിച്ചൊക്കെ പറഞ്ഞു, സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. SIR നിങ്ങളൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇവിടെ ബീഫ് തിന്നാൻ പറ്റില്ല. ബീഫ് തിന്നണമെങ്കിൽ ഇന്ന് തിന്നോ, നാളെ നരേന്ദ്രമോദി അധികാരത്തിൽ വരാൻ പോവാം, പിന്നെ ബീഫ് തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞു നടന്ന ഒരുപാട് മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ എനിക്കറിയാം. എന്തുണ്ടായത്? ഇവിടെ ബീഫിന് ആരെങ്കിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്? ഇവിടെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പശുവിനെ കൊന്നു തിന്നുന്നതിനെതിരെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ മാത്രമല്ല, 10-20 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട് നിരോധനം. BJP പുതുതായിട്ട് വന്നിട്ട് നിരോധനം ഏർപ്പെടുത്തിയത് 1-2 സ്റ്റേറ്റുകൾ മാത്രമാണ്. ബാക്കി സ്റ്റേറ്റുകളിലൊക്കെ ബീഫ് നിരോധനം ഏർപ്പെടുത്തിയത്, ബീഫ് മീൻസ് പശു ഇറച്ചി നിരോധനം ഏർപ്പെടുത്തിയാലേ ഞാൻ പറയട്ടെ. നിരവധി അനവധി എന്റെ അവസരം നിങ്ങൾ സംസാരിക്കുന്നത് ജനാധിപത്യമല്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇപ്പോ CAയുടെ പേരിൽ വലിയ വിഷയമുണ്ടായി, SIR-ന്റെ പേരിൽ ഇപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഒരു ഒറ്റ ആളും ഇതിൻ്റെ പേരിൽ അനർഹരായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് വിട്ടുപോകേണ്ടി വരില്ല. 100% ഗ്യാരണ്ടി. ഞാൻ എൻ്റെ വീട് പൂരപ്പുഴ, അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വീടിന് സ്ഥലം കൊടുത്തിട്ട് അവിടെ താമസിപ്പിക്കും. അനർഹരായവർ നമ്മുടെ രാജ്യത്ത് നിന്ന് വിട്ടുപോവില്ല മതത്തിൻ്റെ പേരിൽ. ഇവിടെ പറഞ്ഞെടുക്കുന്നതാണ് മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് രാജ്യം വിട്ടുപോകേണ്ടി വരും. എന്തൊക്കെ വിഡ്ഢിത്തം വിളിച്ച് പറയുന്നത്? ഇത്തരത്തിലുള്ള ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് ഈ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയും തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ 2 മുന്നണികൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഇവർ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെ തെറ്റാണ്, അത് ഞാൻ നിഷേധിക്കുകയാണ്. കേരളത്തിലെ കാര്യം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, ശബരിമലയിലെ കൊള്ളയൊന്നും പറയാതിരിക്കുകയാണ് ഭേദം. ശബരിമലയിൽ ഇനിയിപ്പോൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് അടിയുന്നേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. പത്മകുമാർ എത്തി, അടുത്ത ഇനി വരാൻ പോകുന്നത് മുൻ മന്ത്രിയാണ്. ഇവരൊക്കെ കിടുങ്ങിയിരിക്കുക, വരച്ചുകൊണ്ടിരിക്കുക. ഒന്നൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ലക്ഷക്കണക്കിന് ആൾക്കാർ എത്തുന്ന, കോടിക്കണക്കിന് ആൾക്കാർ എത്തുന്ന ഒരു അമ്പലത്തിൽ അവിടുത്തെ ഏതോ ഒരു ഭക്തൻ കൊടുത്തിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതല്ല, സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുത്ത് കൊണ്ടുപോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ഇവിടുത്തെ ഭക്തന്മാരുടെ പൈസയാണത്. അത് ഇളക്കി കൊണ്ടുപോയിട്ട് വിദേശത്ത് നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഭരണകൂടം നമുക്ക് വേണോ വേണ്ടേ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നിശ്ചയിക്കും. കേന്ദ്രം ഭരിക്കുന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇന്ത്യയിലെ സാധാരണക്കാരെ ഉദ്ദേശിച്ച് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും അതിന്റെ തുടർച്ചയാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ എത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പല SIR പോലുള്ള നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ ഒരിക്കലും ഭീതി വേണ്ടെന്നും അത് ഒരു ജനവിഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചല്ല നടപ്പിലാക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം.
അതുപോലെ തന്നെ കേരളത്തിലെ സംസ്ഥാന രാഷ്ട്രീയം എടുക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ശബരിമലയിൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൊള്ളയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. നമുക്കടുത്ത ചോദ്യങ്ങൾക്കുള്ള സെഗ്മെന്റ് ആണ്.